തിരികെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. ഭീമാപള്ളി ഉറൂസിന് തുടക്കമായി 13-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ഉറൂസിനോട് അനുബന്ധിച്ച് നിരവധി ആഘോഷങ്ങളാണ് നടക്കുക. വിശ്വാസികൾക്ക് ഉത്സവത്തിന് പുറമെ ഭീമ ബീവിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉറൂസ്. രക്ഷയും രക്ഷിതാവും എന്ന പോലെ മനസ്സിനെ ശാന്തമാക്കുന്ന ഇടമെന്ന് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന ഇടം. ഇസ്ലാമിക പ്രബോധനത്തിനായി എത്തിയ ഷഹീർ മാഹിർ ബിൻ അബൂബക്കറിന്റെ മാതാവ് ഭീമ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഭീമാപള്ളി. ഓരോ വർഷവും ഭീമ ബീവിയുടെ ചരമവാർഷികമായാണ് ഭീമാപള്ളി ഉറൂസ് ആചരിക്കപ്പെടുന്നത്. ആ ഭീമാപള്ളി ഉറൂസിന്റെ വിശേഷങ്ങളും അതിന്റെ ചരിത്രവും കാണാം. സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ ഭീമ ബീവിയും മകൻ മാഹിർ ബിൻ അബൂബക്കറും ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. വിദഗ്ധരായ വൈദ്യർ കൂടിയായ മാഹിർ അബൂബക്കറിന്റെയും ഭീമ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. ഇതോടെ രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ പല മതസ്ഥരും ഇവരുടെ സ്വാധീനത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മതാരോഹണം തങ്ങളുടെ അസ്തിത്വത്തിനു തന്നെ ഭീഷണിയാണെന്ന് കണ്ട രാജഭരണകൂടം ഇതിനെ ചെറുത്തു. വിദേശികളായ ഭീമ ബീവിയും മകനും കരം നൽകണമെന്ന് രാജഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് നികുതി പിരിക്കാൻ വന്ന രാജകിങ്കരന്മാരോട് മാഹിർ അബൂബക്കർ പോരാടി. മാഹിർ ഹജ്ജിനു വേണ്ടി മക്കയിൽ പോയ സന്ദർഭത്തിൽ കരം നൽകിയില്ലെങ്കിൽ നിങ്ങളെ നാടുകടത്താൻ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞ് ഭീമ ബീവിയെ വിളിച്ച് രാജാവ് ഭീഷണിപ്പെടുത്തി. ബീവി വഴങ്ങിയില്ല. മാഹിർ അബൂബക്കർ മക്കയിൽ നിന്നും തിരിച്ചു വന്ന ഉടനെ അദ്ദേഹത്തെ നേരിടാൻ രാജാവ് തുനിഞ്ഞു. രാജകീയ സൈന്യത്തിലെ പടയാളികൾ രംഗത്തിറങ്ങി നാടുനീളെ കൊള്ള നടത്തി. പരിവർത്തിതരായ മുസ്ലിങ്ങളെയും വീടുകളെയും ആക്രമിച്ചു. ഈ ആക്രമണം തടയാനും മതപ്രചാരണ സ്വാതന്ത്ര്യം നിലനിർത്താനും മാഹിർ അബൂബക്കറും തന്റെ അനുയായികളുമായി യുദ്ധത്തിനിറങ്ങി. എന്നാൽ മാഹിർ അബൂബക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിലുള്ള ദുഃഖം തളർത്തിയ ഭീമ ബീവിയും 40 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു. ഇവരുടെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ഭീമാപള്ളിയായി മാറിയത്. ഭീമ ബീവിയുടെ ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമായി പിന്നീട് ഭീമാപള്ളി ഉറൂസ് മാറി. ഇസ്ലാമിക മാസമായ ജമാദുൽ ആഖിറിന്റെ ആദ്യ ദിവസം ഉറൂസ് ആരംഭിക്കും. അടുത്ത 10 ദിവസത്തേക്ക് ഉത്സവമാണ്. പിന്നെ പള്ളിയുടെ ആചാരപരമായ പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷം ആരംഭിക്കുക. വിദേശികൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കിണറിലെ വെള്ളം പോലും മരുന്ന് വെള്ളമെന്നാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി വരെ ആളുകൾ എത്താറുണ്ട്. രോഗമുക്തിക്കായി ചന്ദനക്കുടമേന്തിയ നേർച്ചയും ഇവിടത്തുകാർക്ക് പ്രധാനമാണ്. ഭീമാപള്ളിയിൽ വന്ന് ചന്ദനക്കുടം എടുക്കുക എന്നൊരു നേർച്ചയാണ്, അതൊരു വഴിപാടാണ്. ഒരു സ്ഥലത്തും ഇല്ല, ഒരു പള്ളിയിലും ഇല്ലാത്തതാണ് ഭീമാപള്ളിയിൽ ചന്ദനക്കുടം എടുക്കുന്നത്. അത് നമ്മുടെ ആഗ്രഹ കാര്യങ്ങൾ സബലീകരിക്കാനും ശരീരവേദന, തളർച്ച, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ ചന്ദനക്കുടം എന്ന് പറയുന്നത്. അമ്മച്ചായൻ്റെ ഫലം ഞങ്ങൾക്ക് തരും. അസുഖത്തിനെല്ലാം നമ്മൾ ചെയ്യും, കുറച്ച് തരാം. അത് കുറച്ചിട്ടുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആണ്ടുതോറും വരും. എല്ലാ വർഷവും വരും. ഉറൂസ് എന്നാൽ ആഘോഷമാണ് എല്ലാ കാലത്തും. ഇവിടുത്തെ വ്യാപാര മേഖലയിലും അത് തെളിഞ്ഞു കാണാം. വഴിയോര കച്ചവടക്കാരുടെ തിരക്കാണ് ഉറൂസ് കാലത്ത് ഭീമാപള്ളി ചുറ്റും. വിശ്വാസത്തിനപ്പുറം ഇവിടത്തുകാർക്ക് സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഭീമാപള്ളി ഉറൂസ്. കണ്ടുതീരാത്ത കാഴ്ചകളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി ഇനി ഒരാഴ്ചക്കാലം ഭീമാപള്ളിയുടെ മുറ്റത്ത് ഉത്സവമാണ്. ക്യാമറ പേഴ്സൺ ഗൗരിക്കൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18.